ഈ സിനിമകളിലെ ഷൈൻ പറഞ്ഞ ഷൈനൊരു മറുപടി പറയാറുണ്ട്. വലിയ നഷ്ടം എന്ന് പറഞ്ഞ് ഈ പ്രൊഡ്യൂസർമാരെ കണക്കുള്ള സിനിമയുടെ എണ്ണം കുറയുന്നു, പ്രൊഡ്യൂസർമാരെ കിട്ടാത്ത അവസ്ഥയൊക്കെ വരുന്നു. ആ വലിയ പ്രതിസന്ധിയിലേക്ക് സിനിമ പോകുന്നുണ്ട്. ഷൈൻ തോന്നുന്നു നിങ്ങളും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നതായിട്ട് എനിക്കറിയാം ഇല്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? അതുകൊണ്ടാണ്. അപ്പോ പടം വിജയിക്കില്ലേ എന്നുള്ള സംശയമില്ലല്ലോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഈ കണക്കുകളൊക്കെ കണക്കുകളായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും. എന്തെങ്കിലുമൊക്കെ പിന്നെ കൊല്ലവസാനം ആകുമ്പോ പറയണ്ട, ആരെങ്കിലും മെക്കെട്ടൊക്കെ കയറണ്ടേ. ഈ ബിസിനസ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ആർക്കെ കാശ് മൊത്തം കൊണ്ട് വരുന്ന പരിപാടിയല്ലല്ലോ. ഇതൊരു സൈക്കിളല്ലേ അല്ലേ? എന്താ പറയാ, ബിസിനസ് സൈക്കിൾ. അപ്പോ അതിങ്ങനെ കറങ്ങി എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കണം ആ പരിപാടികൾ അല്ലേ? ഇത് ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നില്ല. അപ്പോ അതിനൊരിക്കലും ഒരു നഷ്ടമെന്നോ അല്ലെങ്കിൽ മുഴുവനായിട്ട് ലാഭമെന്നോ പറയാൻ പറ്റില്ല ഒരു ബിസിനസ്സിനെയും. പ്രത്യേകിച്ച് ബിസിനസ്, ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ഇപ്പൊ ഒരു 100 രൂപ കയ്യിൽ നിന്നെടുത്ത് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു 1000 രൂപ കിട്ടും. അവരെന്ത് ചെയ്യും? ആ 1000 രൂപ അവരെടുത്ത് കുറിച്ച് വെക്കുമോ? എന്റെ ലാഭം എന്ന് പറഞ്ഞിട്ട് ഇല്ല. അവര് മാക്സിമം അത് 1000-നേക്കാൾ കൂട്ടി വീണ്ടും എക്കണോമിയിൽ ഇടാനല്ലേ നോക്കുള്ളൂ. അപ്പൊ ഇവരെങ്ങനെ ഈ കണക്ക് പറയുന്നത്? ആക്ച്വലി ഒരു 560 അല്ലെങ്കിൽ 360 എന്ന് പറയുന്ന കണക്ക് ഇത് ആരും എണ്ണി നോക്കാനോ കണക്കൂട്ടി നോക്കാനോ പോകുന്നില്ലല്ലോ. പരിപാടികൾ റോൾ ചെയ്ത് നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ എക്കണോമിയിലേക്ക് നമ്മൾ കാശ് ഇടുന്നു, അത് തിരിച്ചെടുക്കുന്നു, വീണ്ടും ഇടുന്നു. ബിസിനസ് ഈസ് മൂവിങ് ഓൺ. ഈ ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ സിനിമകൾ വിജയിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രിയാണ്. ഞാൻ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ അഭിനയിക്കുന്ന, എനിക്കറിയാം അവിടെ എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, എത്ര പടങ്ങൾ ഹിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് നിന്നാണ് ഇത്രയും പടങ്ങൾ ഉണ്ടാവുകയും അതും കൊറോണയായിട്ട് പോലും ഇവിടെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടായിട്ടുള്ളതും മലയാളത്തിലായിരിക്കണം കഴിയുള്ളൂ. ബാക്കിയുള്ള വലിയ ഇൻഡസ്ട്രികളിൽ പോലും പടങ്ങളേ ഉണ്ടാവുന്നില്ല. അത് കൃത്യമായിട്ട് പറയുന്നതല്ല. പക്ഷെ ഇങ്ങോട്ടും നമ്മളെ ഇപ്പോഴും ഇവര് നഷ്ടം അല്ലെങ്കിൽ മലയാള സിനിമയുടെ കെട്ടിക്ക് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, അടിയുള്ളവരെ. അത് ഇരിക്കും മുമ്പ് മുറിക്കാന്ന് അറിയില്ല നമ്മള് അല്ലേ? വെള്ളയപ്പം അപ്പത്തിന് എത്രയാണ്? 3 രൂപ അല്ലേ? കണക്കുകളൊക്കെയാ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ.